+1 മാത്തമാറ്റിക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ സെറ്റ്സ് എന്ന് പറയുന്ന ചാപ്റ്റർ ആണ് തുടങ്ങി വെച്ചിട്ടുണ്ടായിരുന്നത്. ഇനി അടുത്ത് നമുക്ക് പഠിക്കാനുള്ളത് സബ്സെറ്റുമായി റിലേറ്റ് ചെയ്ത പുതിയൊരു ടോപ്പിക്കാണ് പവർ സെറ്റ്. നമ്മൾ പഠിക്കാൻ പോകുന്ന പുതിയ ടോപ്പിക്കിന്റെ പേരാണ് പവർ സെറ്റ്. പവർ സെറ്റിന്റെ ഡെഫിനിഷൻ ഇങ്ങനെയാണ്: It is the collection of all possible subsets. It is the collection of all possible subsets. നമുക്കൊരു സെറ്റ് എ തന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ പവർ സെറ്റ് എഴുതാൻ പറഞ്ഞാൽ ഇത്ര ചെയ്താൽ മതി. അതിന്റെ സബ്സെറ്റുകളെ കണ്ടുപിടിക്കുക, ആ സബ്സെറ്റുകളെ ഒരു സെറ്റ് നൊട്ടേഷന്റെ ഉള്ളിലേക്ക് എഴുതുക. അതാണ് പവർ സെറ്റ്. പവർ സെറ്റിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുക. എ എന്ന് പറയുന്ന ഒരു സെറ്റ് ഉണ്ടെങ്കിൽ എയുടെ പവർ സെറ്റ് പി ഓഫ് എ ആയിരിക്കും. എ എന്ന് പറയുന്ന ഒരു സെറ്റ് ഉണ്ടെങ്കിൽ പി ഓഫ് എ എന്നാണ് അതിന്റെ പവർ സെറ്റിനെ നമ്മൾ ഡിനോട്ട് ചെയ്യാം. അതിന്റെ ഡെഫിനിഷൻ ഇങ്ങനെയാണ്, ഒന്നുകൂടിയും പറയാം, നന്നായി ശ്രദ്ധിക്കുക. ഇറ്റ് ഈസ് ദ കളക്ഷൻ ഓഫ് ഓൾ പോസിബിൾ സബ്സെറ്റ്സ്. പോസിബിൾ ആയിട്ടുള്ള എല്ലാ സബ്സെറ്റുകളുടെയും കളക്ഷനാണ് പവർ സെറ്റ് എന്ന് പറയുന്നത്. ഇനി സബ്സെറ്റ് പറഞ്ഞപ്പോ പറഞ്ഞിട്ടുണ്ടായിരുന്ന ഒരു കാര്യം ഇങ്ങനെയായിരുന്നു: ഒരു എലമെന്റ് ആണ് എ എന്ന് പറയുന്ന സെറ്റിലുള്ളതെങ്കിൽ അതിന് 2 സബ്സെറ്റുകൾ ഉണ്ടായിരിക്കും. 2 എലമെന്റ് ആണെങ്കിൽ അതിന് 4 സബ്സെറ്റ്സ് ഉണ്ടായിരിക്കും. 3 എലമെന്റ് ആണെങ്കിൽ അതിന് 8 സബ്സെറ്റുകൾ ഉണ്ടായിരിക്കും. 4 എലമെന്റ് ആണെങ്കിൽ അതിന് 16 സബ്സെറ്റുകൾ ഉണ്ടായിരിക്കും. 4 നമുക്ക് 2നെ 2⁻1 എന്ന് എഴുതാം. 4 നമുക്ക് 2⁻2 എന്ന് എഴുതാം. 8നെ 2³ എന്ന് എഴുതാം. 16നെ 2⁻4 എന്ന് എഴുതാം. അതായത് 4 എലമെന്റ്സ് ആണ് എ എന്ന് പറയുന്ന സെറ്റിലുള്ളതെങ്കിൽ ആ എക്ക് സബ്സെറ്റുകളുടെ എണ്ണം 2⁻4 ആയിരിക്കും. അതായത് പവർ സെറ്റിലെ എലമെന്റുകളാണ് സബ്സെറ്റുകൾ, അല്ലെങ്കിൽ സബ്സെറ്റുകളാണ് പവർ സെറ്റിലെ എലമെന്റ്സ്. സബ്സെറ്റുകളുടെ എണ്ണം എത്രയാ? 2⁻16. 4 എലമെന്റ്സ് ആണ് ഒരു സെറ്റിലുള്ളതെങ്കിൽ അതിന്റെ സബ്സെറ്റുകളുടെ എണ്ണം 2⁻4 16 ആയിരിക്കും. ഇപ്പൊ ഒരു സെറ്റില് n എലമെന്റ്സ് ആണ് ഉള്ളതെങ്കിൽ if a set contain n elements, then it has how many subsets? It has 2⁻n subsets. Okay, appo a set contain n elements, its power set contain 2⁻n elements. 1 വേർഡായി ചോദിക്കാറുണ്ട് ഈ ടൈപ്പിലുള്ള ക്വസ്റ്റ്യൻസ്. അപ്പൊ ഒരു സെറ്റിലെ n എലമെന്റ്സ് ആണുള്ളതെങ്കിൽ അതിന്റെ പവർ സെറ്റിലെ 2⁻n എലമെന്റ്സ് ആയിരിക്കും ഉണ്ടാവുക. ചെയ്യാനുള്ള ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്: റൈറ്റ് ദ പവർ സെറ്റ് ഓഫ് ദ സെറ്റ് A = 1 2 3. 1 2 3 എന്ന് പറയുന്ന ഒരു സെറ്റ് തന്നിട്ടുണ്ട്. നമുക്ക് അതിന്റെ പവർ സെറ്റ് ആണ് എഴുതേണ്ടത്. പവർ സെറ്റ് എന്ന് പറയുന്ന ഡെഫിനിഷൻ ഞാൻ പറഞ്ഞു: ഇറ്റ് ഈസ് ഓൾ പോസിബിൾ കളക്ഷൻ ഓഫ് സബ്സെറ്റ്സ്. പോസിബിൾ ആയിട്ടുള്ള എല്ലാ സബ്സെറ്റിന്റെയും കളക്ഷനെയാണ് നമ്മൾ പവർ സെറ്റ് എന്ന് പറയാ, അല്ലെ? അപ്പൊ സബ്സെറ്റ് എഴുതാൻ നമ്മൾ പഠിച്ചാണ്. ആ സബ്സെറ്റുകളെ മുഴുവൻ ഒരു കളക്ഷന്റെ ഉള്ളിൽ അല്ലെങ്കിൽ ഒരു സെറ്റ് നൊട്ടേഷന്റെ ഉള്ളിൽ എഴുതി കഴിഞ്ഞാൽ ദാറ്റ്സ് പവർ സെറ്റ്. അപ്പൊ നോക്കാം. പി ഓഫ് എ ഈക്വൽ ടു വലിയൊരു സെറ്റ് നൊട്ടേഷൻ ഇടാം. എന്നിട്ട് അതിന്റെ അകത്താണ് നമ്മൾ ഇത് എഴുതാൻ പോണം. ആദ്യം തന്നെ എഴുതാം 5 ആൻഡ് ദ സെയിം സെറ്റ് 1 2 3. ദെൻ നെക്സ്റ്റ് സിംഗിൾട്ടൺ സെറ്റുകൾ 1 2 3. ദെൻ 2 എണ്ണം വീതം വരുന്ന 1 2 1 3. അടുത്തത് 2 3. 2 എണ്ണം വരുന്ന എലമെന്റ്സിന്റെ എണ്ണം കറക്റ്റ് ആയി നോക്കൂ. 1 2 3 4 5 6 7 8. അപ്പൊ പവർ സെറ്റിൽ എത്ര എലമെന്റ്സ് കിട്ടി? നമുക്ക് 8 എലമെന്റ്സ് കിട്ടി. അതായത് നമ്മുടെ സെറ്റില് 3 എലമെന്റ്സ് ഉള്ള ഒരു സെറ്റ് തന്നപ്പോൾ അതിന്റെ പവർ സെറ്റിൽ നമുക്ക് എത്ര എലമെന്റ്സ് കിട്ടി? 8 എലമെന്റ്സ് കിട്ടി. അപ്പൊ അതാ സബ്സെറ്റ് എഴുതാൻ പഠിച്ചാൽ നമുക്ക് പവർ സെറ്റ് എഴുതാം.
പവർ സെറ്റ് എന്ന് പറയുന്നത് സബ്സെറ്റുകളെ മുഴുവൻ ഒരു കളക്ഷൻ ആക്കി എഴുതി കഴിഞ്ഞാൽ അതാണ് പവർ സെറ്റ്. അപ്പോൾ അവസാനം ചെക്ക് ചെയ്യുക, നമ്മൾ വിചാരിച്ച അത്രയും അല്ലെങ്കിൽ അതിന്റെ എത്ര എണ്ണം എലമെന്റ്സ് ഉണ്ടാവും കാൽക്കുലേറ്റ് ചെയ്യാനുള്ള വിദ്യ നമ്മൾ ഇപ്പോൾ പഠിച്ചു കഴിഞ്ഞു. 2n ഒരു സെറ്റിൽ n എലമെന്റ്സ് ആണെങ്കിൽ അതിന്റെ പവർ സെറ്റിൽ 2n എലമെന്റ്സ് ഉണ്ടായിരിക്കും. അപ്പോൾ 3 എലമെന്റ് ആണെങ്കിൽ സബ്സെറ്റുകൾ 8 ഉണ്ടാവണം. അതുപോലെ 2 എലമെന്റ് ആണെങ്കിൽ സബ്സെറ്റുകൾ 4 ഉണ്ടാവണം. 4 എലമെന്റ് ആണെങ്കിൽ സബ്സെറ്റുകൾ 16 ഉണ്ടാവും. അത് ജസ്റ്റ് ഒന്ന് എല്ലാ ഇതിൽ കഴിഞ്ഞിട്ട് ഏതെങ്കിലും വിട്ടുപോയെന്നറിയാൻ ഈ ടെക്നിക്ക് വെച്ച് നമുക്കൊന്ന് ചെക്ക് ചെയ്താൽ മതിയാവും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് A equal to set PQR, write its power set. പവർ സെറ്റ് ആണ് നമുക്ക് എഴുതേണ്ടത്. അപ്പൊ എന്താണ് പവർ സെറ്റ് നമ്മൾ പറഞ്ഞു? ഇറ്റ് ഈസ് ദ കളക്ഷൻ ഓഫ് ഓൾ പോസിബിൾ സബ്സെറ്റ്സ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അപ്പൊ നോക്കാം, ഇതിന് സബ്സെറ്റുകൾ എത്ര എണ്ണം? ഇതിന്റെ അകത്ത് എ എന്ന് പറയുന്ന സെറ്റിൽ എത്ര എലമെന്റ്സ്? 3 എലമെന്റ്സ് അല്ലെ? എ എന്ന് പറയുന്ന സെറ്റില് 1 2 3 എലമെന്റ്സ് ആണ് എ എന്ന് പറയുന്ന സെറ്റിലെങ്കിൽ പി ഓഫ് എയില് എത്ര എലമെന്റ്സ് ഉണ്ടായിരിക്കും? 2⁻3 ദാറ്റ് ഈസ് 8 എലമെന്റ്സ് അല്ലെങ്കിൽ 8 സബ്സെറ്റ്സ് അല്ലെങ്കിൽ 8 എലമെന്റ്സ് ആണ് എന്തിലുണ്ടാവുക? പി ഓഫ് എയിൽ. അപ്പൊ പി ഓഫ് എ നമുക്കൊന്ന് എഴുതി നോക്കാം. പി ഓഫ് എ ഈക്വൽ ടു, ഓർക്കുക, പി ഓഫ് എയില് 8 എലമെന്റ്സ് ആണ് നമുക്ക് കിട്ടേണ്ടത്. അപ്പൊ നമുക്ക് ഏതെങ്കിലും ഒന്ന് മിസ്സായി പോയി കഴിഞ്ഞാൽ അറിയാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു ടെക്നിക്ക് യൂസ് ചെയ്യാം. എത്ര വലിയ സെറ്റ് ആയാലും അല്ലെങ്കിൽ 4 എലമെന്റ്സ് ആയാലും 5 എലമെന്റ്സ് ആയാലും ഉണ്ടെങ്കിൽ നമുക്ക് എഴുതുമ്പോൾ ഏതെങ്കിലും ഒന്ന് വിട്ടുപോയോ എന്നറിയാൻ വേണ്ടി എന്ത് ചെയ്താൽ മതി? അതിനെ 2⁻2 ഇട്ട് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ എത്ര എലമെന്റ്സ് ഉണ്ടെന്നുള്ളത് നമുക്ക് ഇതിൽ നിന്ന് കിട്ടും. പി ഓഫ് എ ഈക്വൽ ടു ഫസ്റ്റ് 5 and the same set PQR. Then singleton sets. Singleton set P, singleton set Q, singleton set R. In double വരുന്നത് PQ, PR, QR. എട്ടെണ്ണായോ നോക്കാം നമുക്ക്. 1 2 3 4 5 6 7 8. 8 സബ്സെറ്റ് കിട്ടി. ആ 8 സബ്സെറ്റുകളെയും നമ്മൾ എന്താക്കി എഴുതാ? ഒരു സെറ്റ് നൊട്ടേഷന്റെ ഉള്ളിലാക്കി എഴുതി കഴിഞ്ഞാൽ അതിനെയാണ് നമ്മൾ എന്ത് പറയാ? പവർ സെറ്റ് എന്ന് പറയാ. ഡെഫിനിഷൻ മനസ്സിലാക്കേണ്ട ഒരു സെറ്റാണ് യൂണിവേഴ്സൽ സെറ്റ്. ഇതിന് കൃത്യമായിട്ടൊരു ഡെഫിനിഷൻ നമുക്ക് പറയാൻ പറ്റില്ല. അതായത് അത് സാഹചര്യത്തിനനുസരിച്ച് അല്ലെങ്കിൽ നമ്മുടെ കയ്യിലുള്ള സെറ്റുകളുടെ ടൈപ്പ് അല്ലെങ്കിൽ എത്ര എലമെന്റ്സ് ഉള്ള അല്ലെങ്കിൽ എത്ര വലിയ സെറ്റാണ് ഇതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും അതിന്റെ യൂണിവേഴ്സൽ സെറ്റ്. യൂണിവേഴ്സൽ സെറ്റ് എന്ന് വെച്ചാൽ നമ്മൾ ഏത് പ്രോബ്ലം ആണോ ചെയ്യുന്നത് അല്ലെങ്കിൽ നമ്മുടെ ഡിസ്കഷനിൽ എത്ര സെറ്റ്സ് ഉണ്ടോ ആ സെറ്റ്സുകളെ മുഴുവൻ ഉൾക്കൊള്ളാൻ കഴിയുന്ന അല്ലെങ്കിൽ മുഴുവൻ സെറ്റിനെയും കണ്ടെയ്ൻ ചെയ്യാൻ കഴിയുന്ന ഒരു സൂപ്പർ സെറ്റാണ് യൂണിവേഴ്സൽ സെറ്റ്. അപ്പോൾ അതിന്റെ ഡെഫിനിഷൻ ഇങ്ങനെയാണ്. നമുക്ക് കൃത്യമായിട്ട് അത് അതിന്റെ ഡെഫിനിഷൻ എന്ന് പറയുമ്പോൾ അതിന്റെ ഐഡിയ ഇതാണ്, നിങ്ങളത് മനസ്സിലാക്കുക. നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന എല്ലാ സെറ്റുകളെയും ഉൾക്കൊള്ളാൻ കഴിയുന്ന ഒരു വലിയ സൂപ്പർ സെറ്റാണ് യൂണിവേഴ്സൽ സെറ്റ് എന്ന് പറയുന്നത്. It is possible to identify a superset which contain all other sets in the discussion. Okay, അതാണ് യൂണിവേഴ്സൽ സെറ്റ്. അതായത് നമ്മൾ എത്രത്തോളം ചെറുതാണ്, ഇപ്പൊ നമ്മളെ ഇന്റിജേഴ്സ് ആണ് നമ്മൾ പറയുന്ന സെറ്റ് എങ്കിലേ നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്ന സെറ്റ് ഓഫ് ഇന്റിജേഴ്സിനെ കുറിച്ചാണെങ്കിൽ നമുക്ക് യൂണിവേഴ്സൽ സെറ്റായിട്ട് വേണമെങ്കിൽ റാഷണൽ നമ്പേഴ്സിനെ എടുക്കാം, അല്ലെങ്കിൽ റിയൽ നമ്പേഴ്സിനെ എടുക്കാം. റിയൽ നമ്പേഴ്സ് എന്ന് പറയുന്നത് സൂപ്പർ സെറ്റ് ആണ്. ഇന്റിജേഴ്സ് എന്ന് പറയുന്ന സെറ്റിന്റെ സൂപ്പർ സെറ്റ് ആണ് റിയൽ നമ്പേഴ്സ്. ഓക്കെ, അപ്പൊ നമുക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് റിയൽ നമ്പേഴ്സിന് പകരം റാഷണൽ നമ്പേഴ്സ് എടുക്കാം. എല്ലാ ഇന്റിജേഴ്സും റാഷണൽ നമ്പേഴ്സ് ആക്കി നമുക്ക് എഴുതാൻ പറ്റും. P/Q ഫോമില് Q0 എന്ന് പറയുന്ന ഫോമിൽ നമുക്ക് എല്ലാ ഇന്റിജേഴ്സിനെയും എഴുതാൻ പറ്റും. ഓക്കെ, അപ്പൊ അതേസമയം ഇവിടെ നാച്ചുറൽ നമ്പേഴ്സ് ആണ് പറയുന്നതെങ്കിലോ, നാച്ചുറൽ നമ്പേഴ്സ് ആണ് നമുക്ക് ഇന്റിജേഴ്സിന് ഇതുപോലെ സൂപ്പർ സെറ്റ് ആക്കി യൂണിവേഴ്സൽ സെറ്റ് ആക്കാൻ പറ്റും. അതായത് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യുന്ന ഏതൊക്കെ സെറ്റുകളുണ്ടോ അവരെ മുഴുവൻ കണ്ടെയ്ൻ ചെയ്യാൻ പറ്റുന്ന വലിയ സെറ്റ് ആയിരിക്കും വലിയ സൂപ്പർ സെറ്റ് ആയിരിക്കും, അല്ലെങ്കിൽ ഇവരെ മുഴുവൻ കണ്ടെയ്ൻ ചെയ്യുന്ന വലിയ സെറ്റിനെയാണ് നമുക്ക് എന്ത് പറയാൻ പറ്റുക? യൂണിവേഴ്സൽ സെറ്റ് എന്ന് പറയാൻ പറ്റുക. ഡയഗ്രാം എന്ന് പറയുമ്പോൾ തന്നെ അറിയാം, അത് പിക്ചർ ആയിരിക്കും അല്ലെ, ചിത്രങ്ങളായി നമ്മൾ വരയ്ക്കുന്നതാണ് ഡയഗ്രാം എന്ന് പറയുന്നത്. അപ്പൊ സെറ്റിന്റെ ഡയഗ്രാമാറ്റിക് റെപ്രസെന്റേഷനെ വിളിക്കുന്ന പേരാണ് വെൻ ഡയഗ്രാംസ്. VENN ആണ് അതിന്റെ സ്പെല്ലിങ്.
Venn diagram is the diagrammatic representation of sets. അപ്പോൾ നമ്മൾ യൂണിവേഴ്സൽ സെറ്റിനെ നമ്മളൊരു ബോക്സ് ആക്കിയിട്ടാണ് കാണിക്കുക. യു എന്ന് പറയുന്ന യൂണിവേഴ്സൽ സെറ്റ്, അതിന്റെ ഉള്ളിലെ സെറ്റ് എ. സെറ്റ് എനെയാണ് നമുക്കിവിടെ റെപ്രസെന്റ് ചെയ്യാൻ പറയുകയാണെങ്കിൽ എനെ ഷെയ്ഡ് ചെയ്ത് എഴുതാം. ഇതാണ് സെറ്റ് എയുടെ റെപ്രസെന്റേഷൻ. അടുത്തായിട്ട് നമുക്ക് പഠിക്കാനുള്ളത് ഓൾജിബ്ര ഓഫ് സെറ്റ്സ് ആണ്. ഓൾജിബ്ര ഓഫ് നമ്പേഴ്സ് നമുക്കറിയാം, വേരിയബിൾസ് അറിയാം. അതുപോലെ സെറ്റ്സിന്റെ ഓൾജിബ്രയാണ് നമ്മൾ ഇനി അടുത്ത പഠിക്കാൻ പോകുന്നത്. എങ്ങനെയാണ് വരുന്നതെന്നുള്ള കാര്യങ്ങൾ നോക്കാം. ഫസ്റ്റ് ഈസ് യൂണിയൻ. യൂണിയൻ ഓഫ് two sets. Let A and B be any two sets. A union B equal to set of X such that X belongs to A or X belongs to B. ഇതാണ് A യൂണിയൻ ബിയുടെ ഡെഫിനിഷൻ. അതായത് കളക്ഷൻ ഓഫ് എക്സുകളാണ്. ആ എക്സ് എന്ന് പറയുന്നത് ഒന്നുകിൽ എയിലെ മെമ്പർ ആയിരിക്കും അല്ലെങ്കിൽ ബിയിലെ മെമ്പർ ആയിരിക്കും. ഒരു എക്സാമ്പിൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒന്നും കൂടി ക്ലിയർ ആയി മനസ്സിലാവും. എ എന്ന് പറയണത് നമുക്ക് 1, 2 എന്നും ബി ഈക്വൽ ടു 3, 4 എന്നും പറയുകയാണെങ്കിൽ എ യൂണിയൻ ബി, എ യു ബി എന്നല്ല ഇതിനെ വായിക്കുക. ഇറ്റ് ഈസ് എ യൂണിയൻ ബി ഈക്വൽ ടു 1, 2, 3, 4. ഓക്കെ, എ യൂണിയൻ ബി ഈക്വൽ ടു ഇത്രയേ ഉള്ളൂ. എയിലെയും ബിയിലെയും എലമെന്റ്സിനെ ഒരൊറ്റ സെറ്റ് ആക്കി എഴുതുക. ഇനി അടുത്ത ഒരു എക്സാമ്പിൾ കൂടെ നോക്കുക. എ ഈക്വൽ ടു 1, 2, 3, ബി ഈക്വൽ ടു 2, 3, 4, 5 എന്നാണെങ്കിൽ എ യൂണിയൻ ബി ഈക്വൽ ടു എന്ത് വരും? ചേർത്ത് എഴുതണമെന്നല്ലേ ടീച്ചർ പറഞ്ഞ. അപ്പൊ എങ്ങനെ എഴുതും? 1, 2, 3, 1, 2, 3. ഇനി അടുത്ത് 2, 3, 4, 5. ശ്രദ്ധിക്കുക, ഈ 2, 3നെ നമുക്കിനി വീണ്ടും ഇവിടെ എഴുതാൻ പറ്റും. ഇവിടെയുള്ള ഈ 2, 3നെ എനിക്ക് വീണ്ടും ഇവിടെ എഴുതാൻ പറ്റുമോ എന്നാണ് ചോദ്യം. കാരണം സെറ്റ് പഠിപ്പിച്ചപ്പോ, അതിന്റെ റെപ്രസെന്റേഷൻ പഠിപ്പിച്ചപ്പോ ടീച്ചർ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു, ഇതിനെ നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല? റിപ്പീറ്റ് ചെയ്ത് എഴുതാൻ പാടില്ല. അപ്പൊ അതുകൊണ്ട് അടുത്ത് എന്തരും? 1, 2, 3, 4, 5 എന്നാണ് വരിക. ഓക്കെ, അപ്പൊ എ യൂണിയൻ ബി ഈക്വൽ ടു 1, 2, 3, 4, 5. ഇന്റർസെക്ഷൻ ഓഫ് ടു സെറ്റ്സ്. കഴിഞ്ഞ നമ്മൾ പഠിച്ച യൂണിയൻ ഓഫ് ടു സെറ്റ്സ് ആയിരുന്നു. യൂണിയൻ ഓഫ് ടു സെറ്റ്സ് എന്ന് പറഞ്ഞാല് എയിലെ എലമെന്റ്സിനെയും ബിയിലെ എലമെന്റ്സിനെയും ഒരുമിച്ച് രണ്ട് സെറ്റുകളിൽ നിന്ന് അവരെ ഒരൊറ്റ സെറ്റാക്കി മാറ്റി എഴുതുന്നതിനെയാണ് നമ്മൾ യൂണിയൻ എന്ന് പഠിച്ചത്. അടുത്ത നമുക്ക് പഠിക്കേണ്ടത് ഇന്റർസെക്ഷൻ. ഇന്റർസെക്ഷൻ എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. എയിലെയും ബിയിലെയും കോമൺ എലമെന്റ്സ് ഉണ്ടെങ്കിൽ അവരെടുത്ത് എഴുതലാണ് ഇന്റർസെക്ഷൻ എന്ന് പറയുന്നത്. ലെറ്റ് എ ആൻഡ് ബി ബി എനി ടു സെറ്റ്സ്. ലെറ്റ് എ ആൻഡ് ബി ബി എനി ടു സെറ്റ്സ്. A intersection B equal to set of X such that X belongs to A and X belongs to B. എന്താ? എക്സുകളാണ്. എക്സ് എയിലെ എലമെന്റ് ആണ്, അതോടൊപ്പം തന്നെ ആൻഡ് എക്സ് ബിയിലെ കൂടി എലമെന്റ് ആണ്. അപ്പൊ എയിലെയും ബിയിലെയും എലമെന്റ് ആയിട്ടുള്ള എക്സുകളായിരിക്കും ആരെന്ന് പറയണത്? എ ഇന്റർസെക്ഷൻ ബി എന്ന് പറയുന്നത്. ഇപ്പൊ എ ഈക്വൽ ടു സെറ്റ് 1, 2, 3, 4, 5. ബി ഈക്വൽ ടു 1, 3, 6, 8 ആണെങ്കിൽ എ ഇന്റർസെക്ഷൻ ബി ഈക്വൽ ടു എന്ത് വരും? കോമൺ എലമെന്റ്സ് നോക്കുക. 1 കോമൺ ആണല്ലേ. അപ്പൊ ഇന്റർസെക്ഷൻ ബിയിലെ എലമെന്റ് 1. പിന്നെ ആരാണ് കോമൺ ആയിട്ട് വരുന്നത്? 2 ഉണ്ടോ? ഇല്ല. 3 ഉണ്ടോ? 3 ഉണ്ട്. 1, 3. 4 ഉണ്ട് ഇല്ലേ? ഇല്ല. 5 ഉണ്ടോ? ഇല്ല. ഇനി കോമൺ എലമെന്റ്സ് ആരെങ്കിലും ഉണ്ടോ? ഇല്ല. അപ്പൊ ഇന്റർസെക്ഷൻ ബി ഈക്വൽ ടു 1, 3. ഇനി കോമൺ എലമെന്റ്സ് ഒന്നും ഇല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? നമ്മുടെ കയ്യിലുണ്ടല്ലോ വിദ്യ, എന്താ? 5 അല്ലെങ്കിൽ നൾ സെറ്റ് ആൻസർ ആക്കി എഴുതും. കോമൺ എലമെന്റ്സ് ഒന്നുമില്ലെങ്കിൽ നമ്മൾ അതിനെ എഴുതും 5 അല്ലെങ്കിൽ നൾ സെറ്റ്. ഇനി കോമൺ എലമെന്റ്സ് ഇല്ലാത്ത അവസ്ഥയുണ്ട് കേട്ടോ. ദാറ്റ് ഈസ് ഡിസ്ജോയിന്റ് സെറ്റ്.
ഡിസ്ജോയിന്റ് സെറ്റ്സ്. അപ്പൊ എപ്പോഴാണ് നമുക്ക് രണ്ട് സെറ്റുകളെ ജോയിൻസ് ഇല്ലാത്തത് എന്ന് പറഞ്ഞാൽ തന്നെ മനസ്സിലാവും. അവർക്കിടയിൽ കോമൺ ആയിട്ട് ഒരു എലമെന്റ്സും ഇല്ല, കണക്ഷനുകൾ ഇല്ല, ജോയിൻസ് ഇല്ല. അങ്ങനെയുള്ള സെറ്റുകളായിരിക്കും ഡിസ്ജോയിന്റ് സെറ്റ്സ് എന്ന് പറയുന്നത്. അപ്പൊ സെറ്റ് ഓഫ് എക്സ് അല്ലെങ്കിൽ നമുക്ക് എ ഇന്റർസെക്ഷൻ ബി ഈക്വൽ ടു 5 വരുന്ന സെറ്റുകളാണ് എന്ന് പറയാ എ ആൻഡ് ബി ആർ ഡിസ്ജോയിന്റ്. ഇപ്പൊ എനെയും ബിനെയും ഡിസ്ജോയിന്റ് എന്ന് പറയാനുള്ള കണ്ടീഷൻ എന്താ? If A intersection B equal to 5, then A and B are disjoint sets. അടുത്തായിട്ട് നമുക്ക് പഠിക്കാനുള്ളത് ഡിഫറൻസ് ഓഫ് ടു സെറ്റ്സ്. രണ്ട് സെറ്റ്സിന്റെ ഡിഫറൻസ് എങ്ങനെയാണ് എഴുതുക എന്നുള്ളത്. That is A minus B equal to set of x such that x belongs to A and x does not belongs to B. കാരണം ബിനെ നമ്മൾ മൈനസ് ചെയ്ത് കളയണത്. അപ്പൊ x does not belongs to B. എക്സാമ്പിൾ ചെയ്യാം, അപ്പൊ ഒന്നും കൂടി മനസ്സിലാവും. A equal to 1, 2, 3, 4 ആണെന്ന് വിചാരിക്കുക. B equal to 2, 3, 5, 7 ആണെങ്കിൽ നമുക്ക് A മൈനസ് ബി ഈക്വൽ ടു എങ്ങനെയാണ് വരിക? A മൈനസ് ബി എന്ന് വെച്ചാല് എക്സുകളെ അല്ലെങ്കിൽ A മൈനസ് ബിയിലെ എലിമെന്റ്സ് എയിലെ മെമ്പേഴ്സ് ആയിരിക്കും, പക്ഷെ എവിടത്തെ മെമ്പേഴ്സ് ആവില്ല? ബിയിലെ മെമ്പേഴ്സ് ആവില്ല. അപ്പൊ ഇങ്ങനെ മനസ്സിലാക്കിയാൽ മതി. എ എന്ന് പറയുന്ന സെറ്റില് ബിയിലെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ മൈനസ് ചെയ്ത് കളയുക. ഒന്നുകൂടി പറയാം, നന്നായി ശ്രദ്ധിക്കുക. എ എന്ന് പറയുന്ന സെറ്റില് ബി എന്ന് പറയുന്ന സെറ്റില് ഏതെങ്കിലും എലമെന്റ്സ് കയറിയിരിക്കണ്ടോ? നോക്ക 1, 2, 3, 4 ഇതാണ് നമ്മുടെ എ. ബിയിലെ വല്ല ആൾക്കാരിന്റെ അത് കയറിയിട്ട് നോക്കിയേ. 2 ബിയിലെ എലമെന്റാ കയറിക്കുക നമ്മുടെ എയില്. 3 ബിയിലെ എലമെന്റാ എയിലുണ്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാ? അവരെ അങ്ങ് മൈനസ് ചെയ്ത് കളയാം. ബാക്കി ആരൊക്കെ നമുക്കുണ്ട്? സെറ്റ് 1, 4. ഇതാണ് എന്തെന്ന് പറയുന്നത്? എ മൈനസ് ബി എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? ഒന്നുകൂടി പറയാൻ നന്നായി ശ്രദ്ധിക്കുക. എ മൈനസ് ബി എന്ന് വെച്ചാൽ എ എന്ന് പറയുന്ന സെറ്റില് ബി എന്ന് പറയുന്ന സെറ്റില് ഏതെങ്കിലും എലമെന്റ്സ് ഉണ്ടെങ്കിൽ അവരെ ഒഴിവാക്കി ബാക്കിയുള്ളതിനെ എഴുതുന്നതിനെയാണ് നമ്മള് എ മൈനസ് ബി എന്ന് പറയാം. അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് ബി മൈനസ് എ തിരിച്ചെഴുതിക്കൂടെ? ബി മൈനസ് എ എന്തായിരിക്കും വരിക? ബി എന്ന് പറയുന്ന സെറ്റില് എയിലെ വല്ല എലമെന്റ്സ് ഉണ്ടെങ്കിൽ അവരെടുത്ത് കളയുക. ഇതാണ് നമ്മുടെ സെറ്റ് ബി അല്ലെ? ബിയിലെ എയിലത്തെ വല്ലവരുണ്ടോ? ഉണ്ട്. 2, 3. ഈ 2, 3നെ പുറത്ത് ചാടിച്ചാൽ ബാക്കി ആരൊക്കെയാണ് നമുക്ക്? 5, 7. ഇതിനെയാണ് നമുക്ക് എന്ത് പറയാൻ പറ്റുക? ബി മൈനസ് എ എന്ന് പറയാൻ പറ്റുക. അപ്പൊ എ മൈനസ് ബി എന്ന് വെച്ചാല് എ എന്ന് പറയുന്ന സെറ്റില് ബിയിലെ ഏതെങ്കിലും എലമെന്റ്സ് ഉണ്ടെങ്കിൽ അവരെ ഒഴിവാക്കുന്നതാണ് എ മൈനസ് ബി. ബി മൈനസ് എ എന്ന് പറഞ്ഞാലോ ബി എന്ന് പറയുന്ന സെറ്റില് എ എന്ന് പറയുന്ന സെറ്റിലെ ഏതെങ്കിലും എലമെന്റ്സ് ഉണ്ടെങ്കിൽ അവരെ ഒഴിവാക്കലാണ് ബി മൈനസ് എ എന്ന് പറയുന്നത്. അപ്പൊ നമ്മള് ഒഴിവാക്കുന്ന എലമെന്റ്സിനൊന്ന് ശ്രദ്ധിക്കൂ. അവരെന്താ? എ ഇന്റർസെക്ഷൻ ബി ആണ്. എക്കും ബിക്കും കോമൺ ആയിട്ടുള്ള എലമെന്റ്സിനെയാണ്. എ മൈനസ് ബി ആണെങ്കിൽ കോമൺ ആയിട്ടുള്ള എലമെന്റ്സിനെ എയിൽ നിന്ന് ഒഴിവാക്കുന്നു. ബി മൈനസ് എ ആണെങ്കിൽ കോമൺ ആയിട്ടുള്ള എലമെന്റ്സ് നമ്മൾ എവിടെ നിന്ന് ഒഴിവാക്കുന്നു? ബിയിൽ നിന്ന് ഒഴിവാക്കി ബാക്കി എഴുതുന്നു. ഓക്കെ, അതാണ് ഡിഫറൻസ് ഓഫ് ടു സെറ്റ്സ് എന്ന് പറയുന്നത്. നമുക്കിനി അടുത്തായിട്ട് എന്താണ് ഒരു സെറ്റിന്റെ കോംപ്ലിമെന്റ് എന്നൊന്ന് ശ്രദ്ധിക്കാം. കോംപ്ലിമെന്റ് എന്ന് വെച്ചാല് ഇറ്റ് ഈസ് എ സെറ്റ്. അതൊരു സെറ്റാണ്. പിന്നെ അതിലെ എലമെന്റ്സിന്റെ പ്രത്യേകത ആണ് അവര് യൂണിവേഴ്സൽ സെറ്റിലെ മെമ്പേഴ്സ് ആണ്. പക്ഷേ തന്നിട്ടുള്ള എ എന്നോ ബി എന്നോ പേരിട്ട് തന്നിട്ടുള്ള സെറ്റിലെ എലമെന്റ്സ് ആയിരിക്കില്ല. അതായത് ഇങ്ങനെയാണ് വരിക. എ കോംപ്ലിമെന്റ് ഒന്നെങ്കിൽ എ ഡാഷ് ഇടാ, അല്ലെങ്കിൽ എയുടെ മുകളിൽ ഒരു സി ഇട്ടാ അതിനെ വിളിക്കുക എ കോംപ്ലിമെന്റ് ഇതാ. എ കോംപ്ലിമെന്റ് ഈക്വൽ ടു സെറ്റ് ഓഫ് എക്സ് such that x belongs to u and x does not belongs to a. നമ്മൾ നേരത്തെ ഡിഫറൻസിന്റെ ഡെഫിനിഷൻ എഴുതിയതുപോലെ എക്സുകൾ അല്ലെങ്കിൽ കോംപ്ലിമെന്റിലെ മെമ്പേഴ്സ് എന്ന് പറയുന്നത് അവര് യൂണിവേഴ്സൽ സെറ്റിലെ മെമ്പേഴ്സ് ആയിരിക്കും. പക്ഷെ എവിടത്തെ മെമ്പേഴ്സ് ആയിരിക്കില്ല? അവര് എ എന്ന് പറയുന്ന സെറ്റിലെ മെമ്പേഴ്സ് ആയിരിക്കില്ല. അപ്പൊ എ ഡാഷ് നമുക്ക് എങ്ങനെ എഴുതാം? യു മൈനസ് എ എന്ന് പറഞ്ഞാൽ അത് തന്നെയാണ് എ ഡാഷ്. യൂണിവേഴ്സൽ സെറ്റിൽ നിന്ന്
എയിലെ എലമെന്റ്സിനെ ഒഴിവാക്കി കഴിഞ്ഞാൽ കിട്ടുന്ന ബാക്കിയുള്ള സെറ്റിനെയാണ് നമുക്ക് എന്ത് പറയാൻ പറ്റുക? കോംപ്ലിമെന്റ് ഓഫ് ദാറ്റ്. നമ്മൾ യൂണിയൻ, ഇന്റർസെക്ഷൻ, ഡിഫറൻസ്, അതുപോലെ കോംപ്ലിമെന്റ്, ഇതൊക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി ഇവരെ മുഴുവൻ എങ്ങനെയാണ് നമുക്ക് വെൻ ഡയഗ്രത്തിലൂടെ റെപ്രസെന്റ് ചെയ്യാം എന്നുള്ളത് നോക്കുക. എങ്ങനെയാണ് ഒരു സെറ്റിനെ റെപ്രസെന്റ് ചെയ്യുന്നത് എന്നുള്ളത് ഞാൻ പറഞ്ഞു. ഒരു സർക്കിൾ ഷേപ്പിൽ നമ്മൾ വരച്ചു കഴിഞ്ഞിട്ട് ഒരു സ്ക്വയറിന്റെ ഉള്ളിലോ അല്ലെങ്കിൽ ഒരു റെക്ടാങ്കിളിന്റെ ഉള്ളിലോ ഒരു സർക്കിളിന് നമ്മൾ വരച്ചു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് എ സെറ്റ് അല്ലെ. ഡയഗ്രമാറ്റിക് റെപ്രസെന്റേഷൻ ഓഫ് സെറ്റ്സ് ഈസ് നോൺ ആസ് വെൻ ഡയഗ്രാം. അപ്പൊ നമ്മളിപ്പോ ഈ പറഞ്ഞ ഓൾജിബ്ര ഓഫ് സെറ്റ്സിലെ അല്ലെങ്കിൽ അതിന്റെ ഈ ഓൾജിബ്രയെ മുഴുവൻ നമ്മൾ എങ്ങനെയാണ് വെൻ ഡയഗ്രത്തിൽ റെപ്രസെന്റ് ചെയ്യാന്നുള്ളതൊന്നും ശ്രദ്ധിക്കുക. ആദ്യമായിട്ട് നമ്മൾ റെപ്രസെന്റ് ചെയ്യാൻ പോകുന്നത് എ യൂണിയൻ ബി ആണ്, അല്ലെങ്കിൽ യൂണിയൻ ഓഫ് ടു സെറ്റ്സിനെയാണ് നമ്മൾ ഇതിന്റെ അത് റെപ്രസെന്റ് ചെയ്യാൻ പോകുന്നത്. എയും ബിയും ഡിസ്ജോയിന്റ് സെറ്റ്സ് ഒന്നും അല്ലെങ്കിൽ ഇങ്ങനെ ആയിരിക്കും വരിക. ഇത് എ, ഇത് ബി. അപ്പൊ എ യൂണിയൻ ബി എന്ന് വെച്ചാല് എനെയും ബിനെയും മുഴുവൻ ചേർത്ത് വെക്കുന്നതാണ് എ യൂണിയൻ ബി എന്ന് പറഞ്ഞാല്. അപ്പൊ ഇത്രയും ഭാഗമാണ് എ യൂണിയൻ ബി വരിക. ഇത്രയും ഭാഗമാണ് എ യൂണിയൻ ബി വരിക. അടുത്ത നമുക്ക് എ ഇന്റർസെക്ഷൻ ബി നോക്കാം. യൂണിവേഴ്സൽ സെറ്റ് യു. നമുക്ക് തന്നെ പറയാൻ പറ്റും എ ഇന്റർസെക്ഷൻ ബി ഏത് ഭാഗമായിരിക്കും? ഇത് എ, ഇത് ബി. എ ഇന്റർസെക്ഷൻ ബി എന്ന് പറഞ്ഞാൽ ഈ ഭാഗമാണ് എ ഇന്റർസെക്ഷൻ ബി ആയിട്ട് വരാം. ഓക്കെ, ഇനി അടുത്ത എ മൈനസ് ബി നോക്കാം. എ മൈനസ് ബി. എ ബി. എ മൈനസ് ബി എന്ന് പറഞ്ഞാൽ എയില് ബിയുടെ ഏതെങ്കിലും ഭാഗം ഉണ്ടെങ്കിൽ അതിനെ കളയാം. എ എന്ന് പറഞ്ഞാൽ ഈ സർക്കിളാണ്, അതിൽ ബിയുടെ ഏത് ഭാഗം ഇരിക്കണേ? ബി എന്ന് പറഞ്ഞാൽ ഈ സർക്കിൾ. ഈ ഭാഗം കളഞ്ഞു കഴിഞ്ഞാൽ എയിൽ നിന്ന് ബിയുടെ ഭാഗം അല്ലെങ്കിൽ എക്കും ബിക്കും കോമൺ ആയിട്ടുള്ള ഭാഗം കളഞ്ഞു കഴിഞ്ഞാൽ അതിനെ പറഞ്ഞ പേരാണ് എ മൈനസ് ബി. അപ്പൊ ബി മൈനസ് എ എങ്ങനെയായിരിക്കും വരിക? ബി മൈനസ് എ എന്ന് പറയുമ്പോ ബി എന്ന് പറയുന്ന സെറ്റിൽ നിന്നും കോമൺ എലമെന്റ്സ് ഒഴിവാക്കി കളഞ്ഞാൽ ബാക്കി കിട്ടുന്നതിനെയാണ് നമ്മൾ ബി മൈനസ് എ എന്ന് വിളിക്കുക. ഇനി ഡിസ്ജോയിന്റ് ആണെങ്കിലാ, ഡിസ്ജോയിന്റ് സെറ്റ്സ് ആണെങ്കിലാ എങ്ങനെയായിരിക്കും ഉണ്ടാവുക? കോമൺ എലമെന്റ്സ് ഉണ്ടാവൂല. അപ്പൊ അതിനെങ്ങനെ മാർക്ക് ചെയ്യേണ്ടി വരും? ഇങ്ങനെ എയും ബിയും. ഇതാണ് ഡിസ്ജോയിന്റ് സെറ്റ്സ് എന്ന് പറയുന്നത്. ഇനി എങ്ങനെയാണ് കോംപ്ലിമെന്റ് വരാന്നുള്ളതെന്ന് ശ്രദ്ധിക്കുക. കോംപ്ലിമെന്റ് എ, ഇവിടെ യു. അപ്പൊ എ കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു എ കോംപ്ലിമെന്റ് എന്ന് വെച്ചാൽ യു മൈനസ് എ ആണെന്ന്. യു എന്ന് പറഞ്ഞ ഈ റെക്ടാങ്കിൾ കംപ്ലീറ്റ് ആണ് യു എന്ന് പറയണത്. അപ്പൊ യു മൈനസ് എ എന്ന് പറയുമ്പോ യു എന്ന് പറയണ ഈ കംപ്ലീറ്റ് റെക്ടാങ്കിളിൽ നിന്ന് എയുടെ ഭാഗത്തെ മുഴുവൻ എടുത്ത് മാറ്റി കളഞ്ഞാൽ ബാക്കി എന്ത് കിട്ടും? അതാണ് യു മൈനസ് എ എന്ന് പറയാം. അപ്പൊ ഏത് ഭാഗം വരും? ഇത്രയും പോർഷൻ. ഇത്രയുമാണ് യു മൈനസ് എ എന്ന് പറഞ്ഞാൽ. അപ്പൊ നമുക്കിനി നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ ഒന്നുകൂടി പറയാം, നന്നായി ശ്രദ്ധിക്കുക. അപ്പൊ നമ്മൾ ആദ്യം പഠിച്ചത് പവർ സെറ്റ് ആയിരുന്നു. പവർ സെറ്റ് എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. നമ്മൾ സബ്സെറ്റുകൾ എഴുതാൻ പഠിച്ചിട്ടുണ്ട്. ആ സബ്സെറ്റുകളെ മുഴുവനും ഒരു സെറ്റ് നൊട്ടേഷന്റെ ഉള്ളിൽ എഴുതി കഴിഞ്ഞാൽ അതാണ് പവർ സെറ്റ് ഓഫ് ദ ഗിവൺ സെറ്റ്. എ എന്ന് പറയുന്ന ഒരു സെറ്റ് 1 2 3 തന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ പവർ സെറ്റ് പി ഓഫ് എ ഈക്വൽ ടു എങ്ങനെ എഴുതാം? എയുടെ സബ്സെറ്റുകളെ മുഴുവനും ഒരു സെറ്റ് നൊട്ടേഷന്റെ ഉള്ളിൽ എഴുതി കഴിഞ്ഞാൽ അതിനെയാണ് നമുക്ക് എന്ത് പറയാൻ പറ്റുക? പവർ സെറ്റ് ഓഫ് ദാറ്റ് സെറ്റ് എ എന്ന് പറയാൻ പറ്റുക. ഇനി അതിലത്തെ നമ്പർ ഓഫ് എലമെന്റ്സിന്റെ കാര്യം നമുക്ക് എങ്ങനെ ഉറപ്പിക്കാൻ പറ്റും? ഒരു സെറ്റിലെ n എലമെന്റ്സ് ആണ് ഉള്ളതെങ്കിൽ അതിന്റെ പവർ സെറ്റിൽ എത്ര എലമെന്റ്സ് ഉണ്ടായിരിക്കും? 2n എലമെന്റ്സ് ഉണ്ടായിരിക്കും. ഒരു സെറ്റിലെ 4 എലമെന്റ്സ് ആണ് ഉള്ളതെങ്കിൽ അതിന്റെ പവർ സെറ്റിൽ എത്ര എലമെന്റ്സ് ഉണ്ടായിരിക്കും? 2 എലമെന്റ്സ്, ദാറ്റ് ഈസ് 16 എലമെന്റ്സ് ആയിരിക്കും ഉണ്ടാവുക. ഓക്കെ, ഇനി അതുപോലെ അടുത്തായിട്ട് നമ്മൾ പഠിച്ച കാര്യം എന്താ? ഓൾജിബ്ര ഓഫ് സെറ്റ്സ്. യൂണിവേഴ്സൽ സെറ്റ് ആണ് അത് കഴിഞ്ഞ് നമ്മൾ പഠിച്ചത് അല്ലേ. യൂണിവേഴ്സൽ സെറ്റ് എന്ന് വെച്ചാൽ എന്തായിരുന്നു? നമ്മൾ അപ്പൊ ഡിസ്കസ് ചെയ്യുന്ന എല്ലാ സെറ്റിനെയും
ചെറുതും വലുതുമായിട്ടുള്ള എല്ലാ സെറ്റിനെയും ഉൾക്കൊള്ളാൻ കഴിയുന്ന ഒരു വലിയ സെറ്റ് ആയിരിക്കും യൂണിവേഴ്സൽ സെറ്റ് എന്ന് പറയുന്നത്. ഇപ്പം നമ്മൾ നാച്ചുറൽ നമ്പേഴ്സ് എടുക്കണമെങ്കിൽ യൂണിവേഴ്സൽ സെറ്റ് ആയിട്ട് നമുക്ക് എന്ത് വേണമെങ്കിലും എടുക്കാം. ഏതൊക്കെ ഇതിനെ കണ്ടെയ്ൻ ചെയ്യണമെന്നുള്ള കണ്ടീഷൻ മാത്രമല്ലോ. സെറ്റ് ഓഫ് റിയൽ നമ്പേഴ്സ് എടുക്കാം, സെറ്റ് ഓഫ് ഇൻറ്റിജേഴ്സ് എടുക്കാം, സെറ്റ് ഓഫ് റാഷണൽ നമ്പേഴ്സ് ഒക്കെ നമുക്ക് യൂണിവേഴ്സൽ സെറ്റ് ആയിട്ട് എടുക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് യൂണിവേഴ്സൽ സെറ്റ് എന്ന് പറയുന്ന സംഭവം. ഇനി അടുത്തതായിട്ട് നമ്മൾ പഠിച്ചത് എന്താ? ഓൾജിബ്ര ഓഫ് സെറ്റ്സ് ആയിരുന്നു. ഓൾജിബ്ര ഓഫ് സെറ്റ്സ് എന്ന് വെച്ചാൽ എയും ബിയും രണ്ട് സെറ്റുകൾ തന്നിട്ടുണ്ടെങ്കിൽ എ യൂണിയൻ ബി എങ്ങനെ എഴുതും? എ യൂണിയൻ ബി എന്ന് വെച്ചാൽ എയിലെ സെറ്റുകളെ എലമെന്റ്സിനെയും ബിയിലെ എലമെന്റ്സിനെയും ഒരുമിച്ച് ചേർത്ത് എഴുതി കഴിഞ്ഞാൽ ദാറ്റ് ഈസ് എ യൂണിയൻ ബി. ഇനി എ ഇന്റർസെക്ഷൻ ബി എന്തായിരുന്നു? എയിലെയും ബിയിലെയും കോമൺ എലമെന്റ്സിനെ മാത്രം എടുത്ത് എഴുതി കഴിഞ്ഞാൽ അതാണ് എ ഇന്റർസെക്ഷൻ ബി എന്ന് പറയുന്നത്. ഇനി അടുത്തായിട്ട് നമ്മൾ പഠിച്ചത് എന്താ? എ മൈനസ് ബി. എ മൈനസ് ബി എന്ന് വെച്ചാൽ എങ്ങനെയായിരുന്നു നമ്മൾ പഠിച്ചത്? എ എന്ന് പറയുന്ന സെറ്റിൽ നിന്നും ബി എന്ന് പറയുന്ന സെറ്റിലെ വല്ല എലമെന്റ്സും എ എന്ന് പറയുന്ന സെറ്റിൽ കയറിയിരിക്കണമെങ്കിൽ അവരങ്ങ് പറക്കി കളയാം. ബാക്കിയുള്ളതാണ് എ മൈനസ് ബി എന്ന് പറയുന്നത്. ബി മൈനസ് എയും അതുപോലെ തന്നെ ബി എന്ന് പറയുന്ന സെറ്റിൽ എയിലെ വല്ല എലമെന്റ്സ് ഉണ്ടെങ്കിൽ അതിനെ ഒഴിവാക്കി കളഞ്ഞ് ബാക്കി കിട്ടുന്ന എന്താണോ സെറ്റ് ആ സെറ്റ് ആയിരിക്കും ബി മൈനസ് എ ആയിട്ട് വരുന്നുണ്ടാവുക. അടുത്ത ശേഷം നമ്മൾ പഠിച്ചു കോംപ്ലിമെന്റ് പഠിച്ചു, ഡിസ്ജോയിന്റ് സെറ്റ്സ് പഠിച്ചു. കോംപ്ലിമെന്റ് എങ്ങനെ നമ്മൾ പഠിച്ചേ? യൂണിവേഴ്സൽ സെറ്റിൽ നിന്നും ഏത് സെറ്റിന്റെ കോംപ്ലിമെന്റ് ആണോ, ഇപ്പൊ എ എന്ന് പറയുന്ന സെറ്റിന്റെ കോംപ്ലിമെന്റ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടതെങ്കിൽ യു എന്ന് പറയുന്ന വലിയ സെറ്റിൽ നിന്നും ആരെ മാത്രം ഒഴിവാക്കി കളയുക? എയെ മാത്രം ഒഴിവാക്കി കളഞ്ഞു കഴിഞ്ഞാൽ ബാക്കി കിട്ടുന്നതായിട്ട് യു മൈനസ് എ ചെയ്താൽ എന്താണ് ഉത്തരം കിട്ടുന്നത്? അതായിരിക്കും കോംപ്ലിമെന്റ് ഓഫ് എ സെറ്റ് എന്ന് പറയുന്നത്. ഇനി ഡിസ്ജോയിന്റ് സെറ്റ്സ് എന്താ? രണ്ട് സെറ്റുകളുടെ ഇന്റർസെക്ഷൻ നമ്മൾ കാണുമ്പോൾ അതിന്റെ ആൻസർ 5, അതായത് കോമൺ എലമെന്റ്സ് ഒന്നുമില്ലെങ്കിൽ അതിന് പറയുന്ന പേരാണ് ഡിസ്ജോയിന്റ് സെറ്റ്സ്. Next is Venn diagram. അല്ലെ, Venn diagram is diagrammatic representation of sets. Venn diagram നമ്മൾ വരയ്ക്കാൻ പഠിച്ചു. എ യൂണിയൻ ബി വരയ്ക്കാൻ പഠിച്ചു, എ ഇന്റർസെക്ഷൻ ബി വരയ്ക്കാൻ പഠിച്ചു, എ മൈനസ് ബിയും ബി മൈനസ് എയും കോംപ്ലിമെന്റ് വരയ്ക്കാൻ പഠിച്ചു. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പഠിച്ചത്. ഇനി അടുത്ത ക്ലാസ്സുകളിൽ ബാക്കി അതിന്റെ പ്രോബ്ലം പാർട്ടൊക്കെ കുറച്ചും കൂടി കാര്യമായിട്ട് ചെയ്യാം.